ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 5, 2020. സക്സസ് ബാങ്കിൻ്റെ 3-ാം ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഓവർകമ്മിങ് ഫിയർ, ഭയത്തെ അതിജീവിക്കുക എന്നതാണ്. വേദപുസ്തകത്തിൽ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച കഥ ഏവർക്കും അറിയാമല്ലോ. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലാണ് ഈ കഥ വിവരിക്കുന്നത്. ഈ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട് ദാവീദ് 3 രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതായി ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1, ഡേവിഡ് റിഫ്രഷ് ദ സിറ്റുവേഷൻ. ദാവീദ് സാഹചര്യത്തെ ചൈതന്യവൽക്കരിച്ചു. 2, ഡേവിഡ് റിവ്യൂഡ് ദി ഓപ്ഷൻസ്. അവൻ സാധ്യതകളെ പുനഃപരിശോധിച്ചു. 3, ഡേവിഡ് റീഫ്രെയിംഡ് ഹിസ് കോൺഫിഡൻസ്. അവൻ്റെ ആത്മവിശ്വാസത്തെ അവൻ പുനഃക്രമീകരിച്ചു. ഇതിൽ ആദ്യത്തെ തയ്യാറെടുപ്പിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഡേവിഡ് റിഫ്രഷ് ദ സിറ്റുവേഷൻ. എന്തായിരുന്നു ദാവീദ് അവിടെ കണ്ട സാഹചര്യം? ഒരു യുദ്ധഭൂമിയിലേക്ക് ദാവീദ് കടന്നു വരികയാണ്. ഹി വാസ് കമ്മിങ് ടു എ ബാറ്റിൽ ഫീൽഡ്. ശൗൽ രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന തൻ്റെ 3 സഹോദരന്മാരെ കാണാനായിട്ട് ഏലാ താഴ്വരയിലേക്ക് ദാവീദ് കടന്നു വരികയാണ്. അവിടെ വന്നപ്പം ഇസ്രായേലരും ഫിലിസ്തീനും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മറ്റൊന്ന്, അവിടെ ഒരു വെല്ലുവിളി ഉയർന്നു കേൾക്കുക. ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുക, എൻ്റെ നേരെ പൊരുതുവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഒരാൾ ഇറങ്ങി വാ എന്ന് ഇസ്രായേലരെ നോക്കി ആക്രോശിക്കുക ഗോലിയാത്ത്. ഈ ഗോലിയാത്തിൻ്റെ ആക്രോശം കേട്ട് ഭയപ്പെട്ട് തിരിഞ്ഞോടുന്ന ജനത്തെയാണ് ദാവീദ് അവിടെ കണ്ടത്. ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷത്തെ ദാവീദ് അവിടെ കാണുകയാണ്. ദെർ വാസ് ഫിയർ ഓൾ അറൗണ്ട്. അസാമാന്യ വലിപ്പമുള്ള ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കണ്ട് ഭയപ്പെട്ട് തിരിഞ്ഞോടുന്ന ഇസ്രായേൽ സൈന്യം. ഓടുന്നതിനിടയിൽ അവർ പറയുന്നുണ്ട്, ഈ ഗോലിയാത്ത് ഇസ്രായേലിനെ നിന്ദിക്കുകയാണ്. അവനെ കൊല്ലുന്നവന് രാജാവ് സമ്പത്ത് നൽകും, രാജാവിൻ്റെ മകളെ ഭാര്യയായിട്ട് നൽകും, ജീവിതകാലം മുഴുവനും അവന് കരമൊഴിവും ലഭിക്കും എന്ന് വെച്ചാൽ ടാക്സ് എക്സംഷൻ ലഭിക്കും. അതായത് ആരെങ്കിലും ഗോലിയാത്തിനെ നേരിട്ട് ഇസ്രായേലിനെ രക്ഷിക്കൂ എന്നവർ പരസ്പരം അപേക്ഷിക്കുക, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ. പക്ഷെ ആർക്കും ധൈര്യമില്ല. ശൗൽ രാജാവിന് പോലും എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഭയപ്പെട്ട് നിൽക്കുക. ഇതാണ് ദാവീദ് അവിടെ കണ്ട ചിത്രം. ഇതായിരുന്നു അവിടുത്തെ സാഹചര്യം. ഭയത്തിൻ്റെ അന്തരീക്ഷം, ഭീരുക്കളായ രാജാവും സൈന്യവും ജനവും. The whole atmosphere was filled with fear. Everyone's mind was filled with fear-based vibration. ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ? Humans are made of energy and this energy occurs due to the vibration in our body. മനുഷ്യനിലെ ജീവചൈതന്യം, മനുഷ്യകോശങ്ങളിലെ സ്പന്ദനം അഥവാ വൈബ്രേഷൻ മൂലമാണ്. ഈ സ്പന്ദനത്തെ 2ആയി തരംതിരിക്കാം. 1, ലോ വൈബ്രേഷൻ ആൻഡ് ഹൈ വൈബ്രേഷൻ. ഈ ലോ വൈബ്രേഷൻ മൂലമാണ് ഭയം ഉണ്ടാകുന്നത് നമുക്ക്. ഹൈ വൈബ്രേഷൻ മൂലമാണ് നമ്മിൽ സ്നേഹമുണ്ടാകുന്നത്. നമ്മുടെ ഇമോഷൻസ് എല്ലാം 2ആയിട്ട് തരംതിരിക്കാം. 1, ഫിയർ ബേസ്ഡ് വൈബ്രേഷൻസ്, 2, ലവ് ബേസ്ഡ് വൈബ്രേഷൻസ്. ഭയം, ദേഷ്യം, നിരാശ, സ്ട്രെസ്സ് എന്നീ നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം ഫിയർ ബേസ്ഡ് വൈബ്രേഷൻസ്. സ്നേഹം, സന്തോഷം, സമാധാനം, പ്രത്യാശ, ധൈര്യം, പ്രസന്നത, ഇവയെല്ലാം, ഈ പോസിറ്റീവ് ഇമോഷൻസ് എല്ലാം ലവ് ബേസ്ഡ് വൈബ്രേഷനിൽ നിന്നും ഉണ്ടാകുന്നു. ഈ യുദ്ധഭൂമിയിലെ ഭയത്തിൻ്റെ സാഹചര്യത്തെ സ്നേഹത്തിൻ്റെ സാഹചര്യമായി മാറ്റുവാൻ ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വരണം. ഇതാണ് അവസ്ഥ. Someone should come forward to shift the fear-based atmosphere into love-based atmosphere. ദാവീദ് മുൻപോട്ട് വന്നു. ഡേവിഡ് took the initiative. ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് ദാവീദ് മുൻപോട്ട് വരികയാണ്. ഹൗ ഡിഡ് ഡേവിഡ് ഡു ദിസ്? 26-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ദാവീദ് ഇങ്ങനെ പറയുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആരാ? ഒരു വെല്ലുവിളി വരുമ്പോൾ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, 2 ഓപ്ഷൻസ് വെക്കും. 1, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. നേരിടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. നേരിടണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം. എന്നാൽ ഇസ്രായേലിയർ ഓടി രക്ഷപ്പെട്ടു.
എന്നാൽ ദാവീദ് ധൈര്യപൂർവ്വം ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ നേരിട്ടു. ദാവീദ് ആദ്യം ചെയ്തത് ദാവീദ് ഗോലിയാത്തിനെ പുച്ഛിക്കുവാനുള്ള ധൈര്യം കാണിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആർ? ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും തങ്ങളെ ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിപ്പിച്ച, അങ്ങനെ തങ്ങളെ ഇതുവരെ പോറ്റിയ ദൈവത്തോടുള്ള നന്ദിയുമൊക്കെ, അങ്ങനെയുള്ള വികാരങ്ങൾ തങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. കൂടാതെ ഇസ്രായേലിയർക്കൊരു പ്രതീക്ഷ കൈവന്നു. ഗോലിയാത്തിനെതിരെ സംസാരിക്കുവാൻ ഒരുവൻ ധൈര്യപ്പെട്ടുവല്ലോ, ഒരുപക്ഷെ ഗോലിയാത്തിനെ നേരിടുവാൻ തന്നെ ഇവൻ മുൻപോട്ട് വന്നേക്കാം, അവർ ആശിച്ചു. ഇങ്ങനെ ഡേവിഡ് ഷിഫ്റ്റഡ് ദ ഫിയർ ബേസ്ഡ് മൈൻഡ് സെറ്റ് ഇൻ ടു ലവ് ബേസ്ഡ് മൈൻഡ് സെറ്റ് ത്രൂ ഹിസ് കറേജ്. ഈ ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദിന് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഇൻറ്റേർണൽ റിസോഴ്സസ്. അവൻ്റെ ആന്തരികമായ ശക്തി കൊണ്ടാണ്. ആ ശക്തി എന്തൊക്കെയായിരുന്നു? 1, ഉയർന്ന കാഴ്ചപ്പാട്. 2, ദാവീദിൻ്റെ സ്പിരിച്വൽ അബണ്ടൻസ്. 1, എ ഹയർ ഔട്ട്ലുക്ക്. 2, എ സ്പിരിച്വൽ അബണ്ടൻസ് എന്ന് വെച്ചാൽ ആത്മീകമായ സമൃദ്ധി എന്ന് നമുക്ക് വിളിക്കാം. ഗോലിയാത്ത് ഇസ്രായേലിനെ നിന്ദിച്ചു എന്ന് ശൗലും ജനങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഇസ്രായേലിനെ മാത്രമല്ല ഇസ്രായേലിൻ്റെ ദൈവത്തെ കൂടി നിന്ദിച്ചു എന്ന്. ദിസ് ഷോസ് ഡേവിഡ് ഹയർ ഔട്ട്ലുക്ക്. ഇത് പറയുവാൻ കാരണം എന്താണ്? ദാവീദിൻ്റെ ആത്മീകമായ സമൃദ്ധിയാണ്, സ്പിരിച്വൽ അബണ്ടൻസാണ്. When David said Goliath insulted the God of Israel, it was motivated by his love, gratitude and obligation towards the God of Israel, who saved him many times. This shows a spiritual abundance. എന്നാൽ ശൗൽ രാജാവോ യാതൊരു ഇനിഷ്യേറ്റീവ് നൽകുവാനുള്ള റിസോഴ്സസ് ഇല്ലാതെ സ്പിരിച്വൽ ബാങ്ക്രപ്സിയിലായിരുന്നു. ആത്മീകമായ ദാരിദ്ര്യം എന്നതിനെ വിളിക്കാം. ഇങ്ങനെ ദാവീദ് ഭയത്തിൻ്റെ സാഹചര്യത്തെ റിഫ്രഷ് ചെയ്തതുപോലെ നമുക്കും ഭയത്തെ കീഴടക്കുവാൻ സാധിക്കും. ഒരു കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ആകുമ്പോൾ അത് റിഫ്രഷ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ വരുമ്പോൾ ലവ് ബേസ്ഡ് വൈബ്രേഷൻ മോഡിലേക്ക് നമ്മെ മാറ്റി ധൈര്യപൂർവ്വം ഭയത്തെ അതിജീവിച്ച് നമ്മുടെ വിജയം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തിനും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ നന്മയ്ക്കുമാണെന്നുള്ള ഉയർന്ന കാഴ്ചപ്പാടും അതിനെ പിന്തുണയ്ക്കുന്ന ആത്മീക സമൃദ്ധിയുമുള്ളവരായി നമ്മൾ തീരുമ്പം നമുക്ക് ഭയത്തെ അതിജീവിക്കുവാൻ സാധിക്കും. ലെറ്റ് us change our fear-based vibrations into love-based vibrations to courage and spiritual abundance and higher outlook. 1 യോഹന്നാൻ 4:18 പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നമുക്കൊരു ജോലി കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ കാർഡ് വരികയാണ്. അല്പം ഭയമുണ്ട്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഈ ജോലി ലഭിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% ഞാൻ ദൈവത്തിന് നൽകും. അങ്ങനെ ഞാൻ ദൈവത്തോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തും. അങ്ങനെയുള്ളൊരു ആത്മീക സമൃദ്ധിയുടെ അനുഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒരു വിചാരം. രണ്ടാമതായിട്ട് ഞാൻ ഈ 10% നൽകുന്നത് എൻ്റെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി അവർക്ക് പങ്കിട്ട് നൽകുവാൻ തക്കണം ഞാനിത് മാറ്റിവെക്കും. അങ്ങനെ ഒരു ഉയർന്ന കാഴ്ചപ്പാട്. ഈ 2 വികാരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ജോലി നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിട്ട് വരും. ആ ജോലി നമുക്ക് ലഭിക്കും. നമുക്ക് ആ ജോലിയുടെ ഇൻ്റർവ്യൂവിനെ നേരിടുവാനുള്ള ഭയത്തെ സ്നേഹത്തിൻ്റെ അനുഭവമാക്കി ഉയർത്തുവാൻ സാധിക്കും. അങ്ങനെ ധൈര്യത്തോടുകൂടി അതിനെ നേടുവാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും സ്നേഹത്തിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഭയത്തെ അതിജീവിച്ച് വെല്ലുവിളികളിൽ വിജയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.